ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവളിവിടെയൊന്നും കാണുന്നില്ലെന്നാ തോന്നുന്നത്. അവൾ എവിടെ പോവാനാ? 8 മണിയായാലും എഴുന്നേൽക്കാത്ത കുട്ടിയാ. അവളിത് എവിടെ പോയി? ഇനി അന്നത്തെ പോലെ രാഖി എങ്ങാനും വന്ന് ഈശ്വര. വാ നോക്കാം. അയ്യോ, ഇതാണോ ജഗ നിന്റെ അച്ഛയുടെ മുറി? കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ വന്ന സമയത്ത് എനിക്ക് തന്നത് തെക്കേ അറ്റത്തെ മുറിയാ. അല്ലെങ്കിൽ ഈ മുറി ഞാനങ്ങെടുത്തേനെ. അല്ല, നിന്റെ അപ്പച്ചിയായ ഞാൻ ഇവിടെ വന്നായിരുന്നു നീ ഇതുവരെ അറിഞ്ഞില്ലേ? അപ്പച്ചി വന്ന കാര്യം എല്ലാരും അറിഞ്ഞു കാണുമായിരിക്കും, പക്ഷെ ഞാൻ അറിഞ്ഞില്ല. നിന്റെ ഭാര്യ അറിഞ്ഞില്ലേ? ഓ, ഞാൻ അതിനെ കുറിച്ച് ചോദിച്ചതുമില്ല, അവൾ അതിനെ കുറിച്ച് പറഞ്ഞതുമില്ല. അതെന്താടി നീ പറയാത്തത്? അല്ല, ഞാൻ പറയാൻ പോവായിരുന്നു. ഞാനിവിടെ വന്നപ്പോ നിന്റെ താലികെട്ട് കഴിഞ്ഞു എന്നറിഞ്ഞു. അപ്പച്ചിയെ വിളിച്ചു വരുത്തിയ ആള് പറഞ്ഞില്ലായിരുന്നു അത്? വിളിച്ചു വരുത്തിയെന്നോ? എന്താ ജഗ ഈ പറയുന്നേ? ഞാനപ്പച്ചിയെ വിളിച്ചു വരുത്തിയൊന്നുമില്ല. അതിന് വിദ്യയിടത്തെയാണ് വിളിച്ചു വരുത്തിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് ശരിയാണല്ലോ, ആവശ്യമില്ലാതെ അതിൽ കയറി പിടിക്കണ്ടായിരുന്നു. അപ്പോ വിദ്യയിടത്തെയാണോ വിളിച്ചു വരുത്തിയത്? അയ്യോ അല്ല. വന്ദനെ, നീ പോയി റെഡിയാവും. ചെല്ല്. താലികെട്ടിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതായത് നാട്ടുനടപ്പ്. 4 ആളെ കൂട്ടിയും പൊരുത്തം നോക്കിയും നാളും മുഹൂർത്തവും കുറിച്ചിട്ട് വേണം താലികെട്ട് നടത്താൻ. ഇതിലേതെങ്കിലും നിന്റെ താലികെട്ടിന് പാലിച്ചോ നീ? ജാതകദോഷമുള്ള ഒരുത്തിയെ എന്ത് ധൈര്യത്തിലാണ് നീ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? അവളെ താലി കെട്ടാൻ വന്നവൻ പകുതി വഴിക്ക് വെച്ച് കുടുംബത്തോടെ ചത്തുമലച്ചത് നീ അറിഞ്ഞതല്ലേ? ജാതകം ഒരു ശാസ്ത്രമാണ്. അത് ചേർന്നാലേ മംഗല്യം പാടുള്ളൂ. മരണയോഗമുള്ള ജാതകങ്ങൾ തമ്മിൽ ചേരാൻ പാടില്ല. നീ വന്ദനെ ഡിവോഴ്സ് ചെയ്യണം. അപ്പച്ചി എന്താ ഈ പറയുന്നേ? ഒരു പെണ്ണിന്റെ താലി കെട്ടിക്കൊണ്ട് വന്നിട്ട് ഡിവോഴ്സ് ചെയ്യണം? അവളെ നീ മര്യാദയ്ക്ക് ഉപേക്ഷിച്ചില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിനക്ക് താങ്ങാവുന്നതിലും വലുതായിരിക്കും. അപ്പച്ചിക്ക് എന്താ സുഖമില്ല? അപ്പച്ചി യാത്ര ചെയ്ത് വന്നതിന്റെ ക്ഷീണം കാണും. മുഖം കണ്ടാൽ അറിയാവും നല്ല ക്ഷീണമുണ്ടെന്ന്. ഒരു ചായയൊക്കെ കുടിച്ച് കുളിയൊക്കെ കഴിയുമ്പോ ഫ്രഷ് ആവും, തണുക്കും. എന്താ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ. എനിക്ക് അർജന്റായിട്ടൊരു യാത്രയുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഭാര്യയുണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. ഏട്ടത്തിക്ക് അപ്പച്ചിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. സംസാരിക്കേ. കണ്ടില്ലേ അപ്പച്ചി അവന്റെ അഹങ്കാരം? അഹങ്കരിക്കുന്നവന്റെ വിഷപ്പല്ല് പറിച്ചെടുത്ത ആനന്ദവല്ലിക്ക് ശീലം. വിഷപ്പല്ല് പോയിട്ട് അവന്റെ പപ്പും കൂടെയെങ്കിലും പറിച്ചെടുത്താൽ മതിയായിരുന്നു. നീ എന്താടി ആലോചിക്കുന്നേ? ഒന്നുമില്ല അപ്പച്ചി. മാധവേട്ട, എണീക്കൂ.
മാധവേട്ട ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അല്ല അല്ല മാധവേട്ട, ദേമോൾ എവിടെ? ദേമോള് നീ എഴുന്നേറ്റപ്പോ നിന്റെ കൂടെ വന്നില്ലേ? ഇല്ല ഇല്ല, ഞാൻ കുളിക്കാൻ പോയപ്പോ ദേമോള് അവളിവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. പിന്നെ അവൾ എവിടെ പോവാനാ? മാധവേട്ട, അവളിവിടെയൊന്നും കാണുന്നില്ലെന്നാ തോന്നുന്നത്. അവൾ എവിടെ പോവാനാ? 8 മണിയായാലും എഴുന്നേൽക്കാത്ത കുട്ടിയാ. അവളിത് എവിടെ പോയി? ഇനി അന്നത്തെ പോലെ രാഖി എങ്ങാനും വന്ന്. ഈശ്വര, വാ നോക്കാം. അയ്യോ ദേമോളെ, ദേമോളെ. ദേമോളെ, ആ മോളെ, മോൾ ഇവിടെ വന്നിരിക്കുകയാണോ? എന്ത് പണിയാ മോളെ നീ കാണിച്ച്? അച്ഛമ്മയോട് പറഞ്ഞിട്ട് വേണ്ടേ റൂമിൽ നിന്ന് പുറത്തോട്ട് ആ ഇറങ്ങാൻ? അച്ഛമ്മേ, ഞാൻ വന്ദനമ്മ കാത്തിരിക്ക. വന്ദനമ്മ ഇന്നല്ലേ വരാന്ന് പറഞ്ഞത്? മോളെ, ഇപ്പൊ നേരം വെളുത്തല്ലേ ഉള്ളൂ. വന്ദനാമ എത്താൻ കുറച്ചുകൂടി വൈകും. ആ മോള് വാ. അച്ഛച്ചാ, വന്ദനമ്മ ഇനി വന്ന ദിയമോള് വിടത്തില്ല. ഉം. കുറച്ച് ദിവസം വന്ദനമ്മ ഇവിടെ നിന്നിട്ട് പോയാ മതി. ദേ മോളെ, മോളിങ്ങനെ വാശി പിടിക്കാതെ. മോളിങ്ങനെ വാശി പിടിച്ച ജഗനങ്ങൾ അവിടെ ഒറ്റയ്ക്കായി പോവില്ലേ? എന്നാ ജയനങ്ങളും കൂടി ഇവിടെ നിക്കട്ടെ. ദിയമോൾക്ക് വന്ദനമ്മയെ കാണാതെ വയ്യ അച്ഛമ്മേ. ഇന്നലെയും ദിയമോള് വന്ദനമ്മയെ സ്വപ്നം കണ്ട ഉറങ്ങിയത്. ആഹാ, സ്വപ്നത്തിലും വന്ദനാമ്മയെ കണ്ടോ? പിന്നെ എന്ത് വേണം മോൾക്ക്? മോളകത്തേക്ക് വാ. വേണ്ട, എനിക്ക് വന്ദനമ്മ കുറച്ച് ദിവസം എന്റെ കൂടെ ഇവിടെ നിക്കണം. അത് അച്ഛൻ പറഞ്ഞ് റെഡിയാക്കാന്നേ. മോള് പാകത്തേക്ക് വാ. വാ. ഇല്ല, വന്ദനമ്മ ഇവിടെ നിർത്തുമെന്ന് അച്ഛനും അച്ഛമ്മയും സത്യം ചെയ്ത് തന്നാലേ ഞാൻ ഇവിടെ നിന്ന് അകത്തേക്ക് വരുള്ളൂ.